ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനെ ഉച്ചയ്ക്ക് എന്താണ് കറി വെക്കുക എന്നിങ്ങനെ ആലോചിച്ചൊത്തിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, അയില കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അയില തേങ്ങ അരച്ച് വെക്കാം. അതിന് ഞാൻ അയില നല്ലോണം മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് തക്കാളി, ഇഞ്ചി, മാങ്ങ, പച്ചമുളക് എന്നിവയൊക്കെ മുറിച്ച് വെച്ച അയിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം നല്ല ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് വെന്തതിന് ശേഷം വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുക. അരച്ച തേങ്ങയിൽ വലിയ ജീരകവും ചുവന്ന ഉള്ളിയും കൂടി ചേർത്ത് അരച്ച തേങ്ങയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ മീൻ കറിക്കുണ്ടല്ലോ, അത് മസ്റ്റായിട്ടും എന്തായിരിക്കണം, വലിയ ജീരകം അരിക്കണം. കാരണം പെരുംജീരകം അരച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാവില്ല. നല്ലവണ്ണം പെരുംജീരകം വേണം, നല്ല സ്വാദുണ്ടാവും. ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിച്ച് നോക്കും. നല്ല ടേസ്റ്റായിരിക്കും. വന്നപ്പോഴാണ് ടേസ്റ്റ് ഇതിന് കൂടി വരിക. ഇത് നല്ലോണം തിളച്ച് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അത് ഇറക്കി വെക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അത് തൂമിച്ചെടുക്കുക കേട്ടോ. തൂമിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്താക്കുക, നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്യാൻ. ഇങ്ങനെ നല്ലോണം ഇളക്കരുത്. നല്ലോണം ഇളക്കിയാൽ മീൻ മൊത്തം ഒടിഞ്ഞു പോകും. നല്ല മണമുണ്ട്, നല്ല സ്മെല്ലുണ്ട്. താങ്ക് യു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.